ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അടുത്ത സെമ്മിലേക്കുള്ള അസൈൻമെന്റ് സബ്മിഷന്റെ ടൈം ആയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു സമയത്ത് 2025 അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന്റെ സെക്കൻഡ് സെം അസൈൻമെന്റുകൾ വയ്ക്കാനുള്ള ടൈമാണ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി വരുന്ന ദിവസങ്ങളിൽ അടുത്ത ഓരോ സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ് നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യാനുള്ള അപ്ഡേറ്റ് വരുന്ന സമയത്ത് പല സ്റ്റുഡൻസും പറയുന്ന കാര്യമാണ് അസൈൻമെന്റ് എഴുതാനുള്ള ടൈമില്ല, ഇനി എഴുതാനുള്ള സമയം ഉണ്ടെങ്കിൽ പോലും അസൈൻമെന്റ് ആൻസർ എവിടെ നിന്ന് കണ്ടെത്തും, എങ്ങനെ കണ്ടെത്തും, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഡൗട്ട് ഉണ്ടെന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെന്റ് വെക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഉത്തരം മാത്രം എഴുതിയാൽ മാത്രം പോരാ, അസൈൻമെന്റിൽ ഇൻട്രൊഡക്ഷൻ വേണം, മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് വേണം. ഇതിന് പുറമെ തന്നെ നമ്മൾ ഈ ഒരു അസൈൻമെന്റ് എവിടെ നിന്ന് റെഫർ ചെയ്തു, എങ്ങനെ റെഫർ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബിബ്ലോഗ്രാഫിയും വേണം. പിന്നെ ഫുട് നോട്ട്സും ഒക്കെ അസൈൻമെന്റിൽ വേണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പോയിന്റുകളൊക്കെ ശ്രദ്ധിച്ച് അസൈൻമെന്റ് എഴുതിയാലേ നമുക്ക് അസൈൻമെന്റിൽ നല്ല മാർക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ SGOയിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികളും വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് ഓൾറെഡി അസൈൻമെന്റ് എഴുതാൻ അധികം സമയം കിട്ടാറില്ല. ഇനി സമയം കിട്ടിയാൽ പോലും വെബ്സൈറ്റോ ടെക്സ്റ്റ് ബുക്കോ ഒക്കെ അല്ലെങ്കിൽ മറ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇൻഫോടെക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സോൾവ്ഡ് അസൈൻമെന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ സ്റ്റുഡൻസിന് ക്രിയേറ്റ് ചെയ്ത ഒരു അസൈൻമെന്റ് ആയിരുന്നു. നമ്മൾ ഓരോ സെക്ഷനിലും ഇതുപോലെ ഒരുപാട് സോൾവ്ഡ് അസൈൻമെന്റ്സുകൾ ഇവിടെ നിന്ന് നിർമ്മിക്കാറുണ്ട്. സോൾവ്ഡ് അസൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസൈൻമെന്റ് ഉത്തരങ്ങളുടെ PDF ആണ് കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാനുള്ള സമയമുണ്ട്, പക്ഷേ ഉത്തരം കിട്ടാനായിട്ട് നിങ്ങൾക്ക് എന്ത് ഉത്തരമാണെന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഫോടെക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സോൾവ്ഡ് അസൈൻമെന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ തരുന്ന സോൾവ്ഡ് അസൈൻമെന്റിൽ ഇതുപോലെ സബ്ജക്റ്റ് നെയിം ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഏതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഏതാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടാവും. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമ്മൾ ആൻസർ പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ SGOയുടെ അസൈൻമെന്റിൽ ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ, ബിബ്ലോഗ്രാഫി, ഫുട് നോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം അല്ലേ. ഇതെല്ലാം ഈ ഒരു അസൈൻമെന്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഡിസ്ക്രിപ്റ്റീവിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. അത് കഴിഞ്ഞ് ഉള്ളത് മെയിൻ കണ്ടന്റ് ആണ്. മെയിൻ കണ്ടന്റിന്റെ ഒരു 10 പേജോളം വേണം അല്ലേ. അപ്പൊ അത്യാവശ്യം കണ്ടന്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10 അല്ല, അതിന് മുകളിൽ എഴുതാനുള്ള കണ്ടന്റ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ആവശ്യം ഉള്ള ഉത്തരം മാത്രം ചൂസ് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഇൻഡെക്സ് പേജിൽ എഴുതാനായിട്ടുള്ള ഹെഡിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻഡെക്സ് പേജ് വേണമല്ലോ. പിന്നെ ഇത് കണ്ടോ, ഫുട് നോട്ടൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഫുട് നോട്ട് എഴുതാനായിട്ട് സമയം അതിന് കളയേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമ്മൾ ഫുട് നോട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതെല്ലാം മെയിൻ കണ്ടന്റ് ആണ് കേട്ടോ. ഫുട് നോട്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഇത് കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ നിർബന്ധമാണ് അസൈൻമെന്റ് എഴുതുമ്പോൾ. പിന്നെ ഉള്ളത് ബിബ്ലോഗ്രാഫിയാണ്. അതായത് ഈ ഒരു ഉത്തരം നമ്മൾ ഏത് ബുക്കാണ് അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റ് ആണ് റെഫർ ചെയ്ത് ആൻസർ റെഡിയാക്കിയിട്ടുള്ളത് എന്നാണ് ബിബ്ലോഗ്രാഫിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബിബ്ലോഗ്രാഫി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയും എഴുതിയാൽ പോരാ, ആൽഫബറ്റ് ഓർഡറിൽ തന്നെയാണ് ഈ ഒരു ബിബ്ലോഗ്രാഫി എഴുതേണ്ടത്. അപ്പോൾ ആരാണ് ഓതർ, അത് കഴിഞ്ഞ് ബുക്ക് ഏതാണ്, ഇയർ ഏതാണ്, അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. ആ ഒരു ഓർഡർ പ്രകാരമാണ് നമ്മൾ ബിബ്ലോഗ്രാഫി ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് അതേ സബ്ജക്റ്റിന്റെ അനലിറ്റിക്കൽ വരുന്ന ഒരു ഉത്തരമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്. ഫുട് നോട്ട്സും ബിബ്ലോഗ്രാഫിയും ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും എല്ലാം ഈ അസൈൻമെന്റ് ആൻസറിലുണ്ട്. അസൈൻമെന്റ് ആൻസറിൽ ഫുട് നോട്ട് നമ്മൾ ഏത് വേർഡാണ് എടുത്തിട്ടുള്ളതെന്ന് ആൻസറിൽ തന്നെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ SGOയുടെ അസൈൻമെന്റുകൾ എഴുതാനുള്ള സമയം നിങ്ങൾക്കുണ്ട്, ബട്ട് ആൻസർ കണ്ടുപിടിക്കാനുള്ള സമയമില്ലെങ്കിൽ ഇൻഫോടെക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ യുണീക് സോൾവ്ഡ് ആൻസേഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റുഡന്റിന് കൊടുക്കുന്ന ആൻസർ മറ്റൊരു സ്റ്റുഡന്റിന് കൊടുക്കാറില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരാൾ എഴുതിയ ഉത്തരം മറ്റൊരാൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ തുടർച്ചയായിട്ടുള്ള ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞാൽ അസൈൻമെന്റുകൾ റിജക്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. സോ ഇൻഫോടെക് ഓരോ സ്റ്റുഡൻസിനും ഓരോ രീതിയിലാണ് ആൻസർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. സോ ഈ ഒരു യുണീക്ക് ആയിട്ടുള്ള സോൾവ്ഡ് അസൈൻമെന്റുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന ഇൻഫോടെക്കിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അസൈൻമെന്റ് എഴുതാനുള്ള ടൈം നിങ്ങൾക്കില്ലെങ്കിൽ ഇൻഫോടെക് ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ്സുകളും ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അസൈൻമെന്റുകൾ എഴുതി തയ്യാറാക്കി ബൈ പോസ്റ്റ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ അസൈൻമെന്റുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.